മെഡിക്കൽ പ്രൊഫഷണൽസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ് സർ? ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ് അതുപോലെ തന്നെ രാജ്യങ്ങളിൽ വലിയ അവസരങ്ങളുണ്ട്. ഈ ഒരു സൗകര്യം ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കിട്ടാത്തതാണ് വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കേരളത്തിലെ 4 സർവകലാശാലകളിൽ 1/3 ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമസ്കാരം. ഇന്ന് ഏതൊരു വിദ്യാർത്ഥിയുടെയും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരുടെയും സ്വപ്നമാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറുക എന്നുള്ളത്. അവിടെ ജോലി ചെയ്യുക, അവിടെ ഉന്നത പഠനം നേടുക എന്നുള്ളത് ഒരു മലയാളിയുടെ സാധാരണ ഒരു സ്വപ്നമായി മാറിയിരിക്കുന്നു. ഇന്ന് ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് ഈ രംഗത്തെ ഏറ്റവും പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ TP സേതുമാധവൻ സാറാണ്. സർ, വെൽക്കം ടു ദി ഷോ. സർ, ഇപ്പോൾ കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ എബ്രോഡ് പോകുന്ന സ്റ്റുഡൻസ്, ജോബിനായി പോകുന്നവർ, ഇതിൻ്റെയൊക്കെ ഒരു റാപ്പിഡ് ബൂം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോലിക്കായാലും ഹയർ സ്റ്റഡീസിനായാലും ഒക്കെ ഒരു റാപ്പിഡ് ഗ്രോത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഒരു ട്രെമൻഡസ് ഗ്രോത്ത് ഉണ്ടായി. എന്തായിരിക്കാം സാർ അതിൻ്റെ ഒരു റീസൺ? ആ ഗ്രോത്ത് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ കണക്കുകൂടി പറയണം. അതായത് കോവിഡിന് ശേഷം ആണ് ഈ ഏറ്റവും കൂടുതലായിട്ട് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത കണ്ടുവരുന്നത്. അതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായത് എന്തോ അത് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ വിദ്യാർത്ഥികളിൽ കൂടുതലായിട്ട് വരും. അവർക്ക് മികച്ച ഒരു വിദേശ ഫീൽഡിനെ അവർ ആഗ്രഹിക്കുന്നു, പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു, അതുപോലെ മികച്ച ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ പഠിക്കാൻ അവർ ആഗ്രഹിക്കുന്നു, പഠനത്തോടൊപ്പം തൊഴിൽ ചെയ്യാനുള്ള പാർട്ട് ടൈം വർക്ക് അവർ ആഗ്രഹിക്കുന്നു. സർവകലാശാലകൾ വ്യവസായ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള അക്കാഡമിയ ഇൻഡസ്ട്രി ഇൻ്റർഫേസ് അവർ ആഗ്രഹിക്കുന്നു. അതിനപ്പുറം കോഴ്സ് കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വളരെ മികച്ച പ്ലേസ്മെൻറ്റ് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു സൗകര്യം ഒരു പക്ഷേ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് കിട്ടാത്തതാണ് വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതിന് പിന്നിലെ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഈ വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 4 സർവകലാശാലകളിൽ 1/3 ബിരുദ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 2.69 ലക്ഷത്തോളം ബിരുദ സീറ്റുകളുള്ള കേരളത്തിൽ ഏതാണ്ട് 85,000-ഓളം സീറ്റുകൾക്ക് ചേരാൻ സർക്കാർ എയ്ഡഡ് ഫാസ്റ്റ് കോളേജുകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോവിഡിന് ശേഷം ഈ പ്രവണത വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് പ്രതിവർഷം 8 ലക്ഷം വിദ്യാർത്ഥികളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ മൊത്തം ഭൂസ്ഥിതിയുടെ 1.13% മാത്രമുള്ള കേരളത്തിൽ നിന്ന് മാത്രം പ്രതിവർഷം 50,000-ഓളം വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രവണത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായത് എന്തോ അത് നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ വിദ്യാർത്ഥികളെ വിദേശ ക്യാമ്പസുകളിലേക്ക് ആകർഷിക്കും. അതിനപ്പുറം ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ ഒരു വിദ്യാർത്ഥി വിദേശത്ത് പോയി തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് 5-10 വിദ്യാർത്ഥികൾ അടുത്ത വർഷം പോകും. ഇത് വലിയ ഒരു പ്രോഗ്രസീവ് എണ്ണമായിട്ട് വർദ്ധിച്ചുകൊണ്ട് ഈ എണ്ണം കൂടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എത്ര കുട്ടികളാണ് വിദേശത്ത് പഠിക്കുന്നത്. ആ ഒരു പ്രവണത അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം നമ്മൾ അറിയേണ്ടത് ആഗോള ഗ്രാമം എന്ന ആശയമാണ് വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് കോൺസെപ്റ്റ്. ഈ മാറുന്ന ലോകത്ത് ജനങ്ങളുടെ മാറുന്ന രീതികൾക്ക് നമുക്ക് തടസ്സം നിൽക്കാൻ പറ്റില്ല. അവ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് ലോകത്ത് എവിടെയും പോകാനുള്ള അവസരം അവർക്കുണ്ട്. അവരവസരമാണ്. നിലവിൽ കൂടുതൽ ആൾക്കാരും പോകുന്നത് യൂറോപ്യൻ കൺട്രീസ് ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഋഷി സുനക്കിൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടൊരു ഒരു തീരുമാനം കൈക്കൊണ്ടു. കാരണം എക്സസീവ് മൈഗ്രേഷൻ കാരണം അവർ മൈഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. ഇന്ത്യൻസാണ് എപ്പോഴും മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്, ഇന്ത്യൻ സ്റ്റുഡൻസ്, ഇന്ത്യൻ വർക്ക് ഫോഴ്സും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ UK പോലുള്ള ഇപ്പോൾ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ സ്കോപ്പ് കുറഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഫ്യൂച്ചറിൽ സ്കോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ആദ്യമായിട്ട് വിദേശ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമേരിക്കയും UK-യുമായിരുന്നു. നിരവധി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ UK-യിലേക്കും അമേരിക്കയിലേക്കും പോകാനുള്ളൊരു കാരണം ഭാഷയായിരുന്നു, ഇംഗ്ലീഷ്. അതുപോലെ തന്നെ അവർ കാനഡയിലും പോയിരുന്നു. അക്കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ അത്ര ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ആകർഷിച്ചിരുന്നില്ല. അവർ ഇംഗ്ലീഷിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജർമ്മനി ആണെങ്കിൽ ജർമ്മൻ ഭാഷ അറിയണം, ഫ്രഞ്ച് ആണെങ്കിൽ
ഫ്രാൻസ് ആണെങ്കിൽ ഫ്രഞ്ച് ഭാഷ അറിഞ്ഞിരിക്കണം, സ്പാനിഷ് ഭാഷ മറ്റു രാജ്യങ്ങൾ അറിഞ്ഞിരിക്കണം, നെതർലൻഡ്സിലാണെങ്കിൽ ഡച്ച് ഭാഷ അറിഞ്ഞിരിക്കണം. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അമേരിക്കയും UK-യും കാനഡ അടക്കമുള്ള രാജ്യങ്ങൾ ഈ രംഗത്ത് വലിയ ബിസിനസ് കൊയ്യുന്നത് കണ്ടുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിലേക്ക് വന്നു തുടങ്ങി. ഇന്ന് EU 27 രാജ്യങ്ങൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. UK-യിൽ അടുത്തിടെ ഞാൻ പോയപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, UK-യിലെ ജീവിത ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ താമസ ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, പാർട്ട് ടൈം തൊഴിൽ ചെയ്യാനുള്ള അനുവാദം അവർ കൊടുക്കുന്നുണ്ടെങ്കിലും പാർട്ട് ടൈം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ലീഗലി തൊഴിൽ കഴിഞ്ഞാലും കോഴ്സ് കഴിഞ്ഞാലും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ മികച്ച വിദ്യാർത്ഥികൾക്കല്ലാതെ മറ്റുള്ളവർക്ക് കിട്ടുന്നുമില്ല. പിന്നെ പല വിദ്യാർത്ഥികളും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നത് അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലും കെയർ ഹോമുകളിലും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിയന്ത്രണം അവിടെയുണ്ട്. ഇത് കണ്ടിട്ടാകണം അവിടുത്തെ പ്രധാനമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ മൈഗ്രേഷൻ നമ്മുടെ രാജ്യത്തെ ആഭ്യന്തര മേഖലയിൽ, അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത കുറക്കുന്നു എന്നൊരു കാര്യം അവർ പറഞ്ഞിരിക്കും. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ടാപ്പ് ചെയ്യാത്ത ഒരുപാട് സാധ്യതയുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ് അതുപോലെയുള്ള രാജ്യങ്ങളിൽ വലിയ അവസരങ്ങളുണ്ട്. ഇതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, യൂറോപ്യൻ കൗൺസിൽ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി ജോർജിയ, ലാറ്റ്വിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുന്നു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ ചൈന, റഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വിദ്യാർത്ഥികൾ മെഡിക്കൽ പഠനത്തിന് പോകുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ എവിടെയാണോ രാജ്യം വിട്ടുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സർവകലാശാലകളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു. ഒരു വലിയൊരു കാർഡിനൽ റൂളുള്ളത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അമേരിക്ക, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ എന്നീ 5 രാജ്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനപ്പുറം വിദൂരമായ കേന്ദ്രങ്ങൾ തേടിക്കൊണ്ട് വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. ഇപ്പോൾ സ്റ്റഡി അബ്രോഡ് കേസുകളിൽ അപ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു. ഫിനാൻഷ്യലി സപ്പോസ് ദേ ആർ കമ്മിങ് ഫ്രം എ ലോവർ മിഡിൽ ക്ലാസ് ഓർ സംതിങ്, അവർക്കത് ഫിനാൻഷ്യലി ഇത്രയുള്ള ഒരു എക്സ്പെൻസ് താങ്ങാൻ പറ്റാതെ അവർ ലോൺ എടുത്തും മറ്റുള്ള ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പും നേടിയിട്ട് അവർ എബ്രോഡ് പോയിട്ട് ജോലി കണ്ടെത്തുന്നു, അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെച്ചമല്ല സാർ ഒരു സ്കോളർഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ ഫോളോ ചെയ്ത് അത് അങ്ങനെ ഒരു അവസരം കിട്ടി വിദേശത്ത് പോയി പഠനം തുടരുന്നു? നിങ്ങൾ പറഞ്ഞത് വളരെ മികച്ച ഒരു സജഷനാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രവണത, +2 കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അണ്ടർ ഗ്രാജുവേറ്റ് പഠനത്തിന്, ബിരുദ പഠനത്തിന് വിദേശത്ത് പോകും. പിന്നെ ബിരുദം കഴിയുന്ന വിദ്യാർത്ഥികൾ ബിരുദാനന്തര പഠനത്തിന് അവരുടെ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകുന്നു. നമ്മുടെ നാട്ടിലെ ബിരുദ പ്രോഗ്രാമുകൾ അവിടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകളായിട്ടാണ് പറയുക, ബിരുദാനന്തര പ്രോഗ്രാമുകളെ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്നായിട്ടാണ് പറയുക. പക്ഷേ എല്ലാ തലങ്ങളിലും സർക്കാർ ഫണ്ടഡ് സ്കോളർഷിപ്പുകൾ എല്ലാ തലങ്ങളിലും അത്ര കൂടുതലില്ല. സ്കോളർഷിപ്പുകൾ മാത്രമായിട്ട് പോകാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പോകുന്ന വിദ്യാർത്ഥികളിൽ ഒരു 10% മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വിദ്യാർത്ഥികൾ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ബാങ്ക് വായ്പ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ സ്കോളർഷിപ്പ് ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ തന്നെയാണ്. സ്കോളർഷിപ്പ് വിലയിരുത്തുന്നതിന് ലഭിക്കുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന് അക്കാഡമിക് മെറിറ്റ്, 2 ടെസ്റ്റ് സ്കോറുകൾ, ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായിട്ടും അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് റെക്കോർഡ് എക്സാമിനേഷൻ്റെയോ ഗ്രാജുവേറ്റ് മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ ഇതിൻ്റെയൊക്കെ സ്കോറുകൾ, നല്ല സ്കോറുകൾ ഉണ്ടെങ്കിൽ ലഭിക്കും. അല്ലെങ്കിൽ ചില അസിസ്റ്റൻഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്, അതായത് ആഴ്ചയിൽ 2-3 മണിക്കൂർ സർവകലാശാലയിൽ വർക്ക് ചെയ്ത് പാർട്ട് ടൈം എംപ്ലോയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം. അതുകൊണ്ട് സ്കോളർഷിപ്പ് മാത്രമായിട്ട് വിദേശ പഠനത്തെ ആശ്രയിക്കുക അത്ര ബുദ്ധിമുട്ടാണ്. സ്കോളർഷിപ്പ് ലഭിക്കുന്നത് അക്കാഡമിക് മെറിറ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. മാത്രമല്ല, സ്കോളർഷിപ്പിന് നമ്മൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു വിദേശ സർവകലാശാലയിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കണം. അതുകൊണ്ട് ഗവൺമെൻറ് സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ വിവിധ ട്രസ്റ്റുകൾ നൽകുന്ന സ്കോളർഷിപ്പ്, വിവിധ ഏജൻസികൾ നൽകുന്ന സ്കോളർഷിപ്പ്, അതിനപ്പുറം അഡ്മിഷൻ ലഭിച്ച സർവകലാശാലകൾ നൽകുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. അത് വളരെ കൂടുതലാണ്. പക്ഷേ ആ സ്കോളർഷിപ്പിൻ്റെ തുക അത്ര കൂടുതലല്ല. അവർ ഒരുപക്ഷെ ഫീസിൽ ഒരു 25% ഇളവ് തരും, ഫീസിൽ ഒരു 50% ഇളവ് തരും ആദ്യത്തെ വർഷം. അങ്ങനെയൊക്കെയുള്ള ട്യൂഷൻ ഫീ വേവർ സ്കീമുകളൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യ ഗവൺമെൻറ്റുമായി ചേർന്നുകൊണ്ടുള്ള ഇൻഡോ ശാസ്ത്രി ഫെലോഷിപ്പ്, അതുപോലെ കോൺവെറ്റ് ഇന്ത്യ സ്കോളർഷിപ്പ്, ഫുൾ ബ്രൈറ്റ് ഇന്ത്യ സ്കോളർഷിപ്പ്, അത്തരം പ്രോഗ്രാമുകളുണ്ട്. പക്ഷേ ഇതിലൊക്കെ അക്കാഡമിക് മെറിറ്റ് ഒരു പ്രവർത്തന ഘടകം തന്നെയാണ്. പലപ്പോഴും വിദ്യാർത്ഥികൾ പോകുമ്പോൾ താല്പര്യമില്ലാതെ ആണെങ്കിലും എനിക്ക് വിദേശത്ത് പോകണം എന്നുള്ളൊരു താല്പര്യത്തോണ്ട് വിദ്യാർത്ഥികൾ പോയിട്ട് നേരെ താല്പര്യമില്ലാത്ത കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളും ഇതിൽ വളരെ കൂടുതലുണ്ട്.
ഞാൻ അടുത്തിടെ ഒരു സർവേ നോക്കിയപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവിടെ പാർട്ട് ടൈം തൊഴിൽ ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് അവിടുത്തെ തന്നെ ഒരു സിറ്റിസനെ കല്യാണം കഴിച്ചുകൊണ്ട് അവിടെ സെറ്റിൽ ചെയ്യുന്ന വിദ്യാർത്ഥികളും കൂടുതലുണ്ട്. ഇതിൻ്റെ ഒരു മറുപുറം നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ വിദേശത്ത് തന്നെ അടുത്തിടെ തന്നെ കാനഡയിൽ ഇഷ്യൂ വലിയൊരു പ്രശ്നങ്ങളാണ്. കനേഡിയൻ സർവകലാശാല അംഗീകാരമില്ലാത്തൊരു കനേഡിയൻ സർവകലാശാലയിൽ കുറേ വിദ്യാർത്ഥികൾ ചെല്ലുന്നു, ഉത്തരേന്ത്യയിൽ നിന്നുള്ളൊരു ഏജൻസി വഴി പോകുന്നു. അവരെ പാതി വഴിയിൽ കോഴ്സിന് അംഗീകാരമില്ലാത്തതുകൊണ്ട് കോഴ്സ് വിട്ടുവരേണ്ട സ്ഥിതി വരുന്നു. അതുകൊണ്ട് ഒരു ട്രാൻസ്പാരൻസി, സുതാര്യത വിദേശ പഠനത്തിന് ഉറപ്പുവരുത്തണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം, എല്ലാ നടപടിക്രമങ്ങളും മനസ്സിലാക്കണം. അംഗീകൃത ഏജൻസികളെ ആശ്രയിച്ച് മാത്രമേ പോകാവൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്നുള്ള ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറിലൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള സ്വന്തമായ ഒരു കോമ്പിറ്റൻസിയിലൂടെ താല്പര്യമുള്ള രാജ്യം തിരഞ്ഞെടുക്കണം, താല്പര്യമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കണം, അതിനുള്ള ഫണ്ടിങ് എത്രയെന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കണം, ഏതൊക്കെ പരീക്ഷ പാസ്സാവണം, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോകാനായിരിക്കണം വിദ്യാർത്ഥികൾ താല്പര്യപ്പെടേണ്ടത്. സാറിപ്പോൾ പറഞ്ഞല്ലോ ഈ സ്കൂളിംഗ് തൊട്ട്, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് സ്കൂളിംഗ് തൊട്ടേ നമുക്ക് എബ്രോഡ് എഡ്യൂക്കേഷനായിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? സാധാരണയായിട്ട് അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഉടനെ വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, 12ാം ക്ലാസ് കഴിഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയാൽ മതിയോ? അത് പോരാ. 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങണം. ആദ്യത്തെ എന്താണ്? ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷ വേണം. അതെ. അമേരിക്കയാണെങ്കിൽ ടോഫിൽ, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ്. സിംഗപ്പൂരിലും ടോഫിൽ മതിയാകും. മറ്റ് രാജ്യങ്ങളിൽ IELTS, ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. അതോടൊപ്പം തന്നെ +2 നിലവാരം വിലയിരുത്തുന്ന സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, SAT പരീക്ഷ. ഈ 2 പരീക്ഷകളും +1 തീരാറാകുമ്പോഴേക്കോ അല്ലെങ്കിൽ +2 തുടങ്ങുമ്പോഴോ എഴുതി സ്കോർ എടുക്കണം. എന്നിട്ട് വിദേശ സർവകലാശാലകൾ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ വിലയിരുത്തുന്നത് 10ാം ക്ലാസ്സിലെ മാർക്ക്, 11ാം ക്ലാസ്സിലെ പഠന നിലവാരം, ടെസ്റ്റ് സ്കോറുകൾ എന്ന് വിലയിരുത്തിയാണ്. അല്ലാതെ 12ാം ക്ലാസ്സിലെ ബോർഡ് മാർക്ക് വിലയിരുത്തിയല്ല. മാത്രമല്ല, അപ്പോൾ 12ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയ്ക്ക് വരുന്നതിന് മുമ്പേ അഡ്മിഷൻ കരസ്ഥമാക്കാം. ബോർഡ് പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പോകാം. അതായത് ഒരു വർഷം സ്കൂൾ തലത്തിൽ തന്നെ ഇങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഒരു വർഷം നഷ്ടപ്പെടാതെ +2 കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, നേഴ്സസ് എസ്പെഷ്യലി ഇങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പലായനമാണ് യൂറോപ്യൻ കൺട്രീസ് എബ്രോഡിലേക്ക് നടക്കുന്നത്. അവർക്ക് ഇവിടെ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിത സാഹചര്യം, ബെറ്റർ പേയും അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ ഈയിടെയായിട്ട് കണ്ട ഒരു റെഫറൻസ്, ഒരു ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമീനിയ പോലൊരു രാജ്യം, അവിടെ നേഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ കൊണ്ടുചെല്ലുന്നു. അപ്പം അവിടുത്തെ കറൻസി വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇവിടത്തെക്കാട്ടിലും ഇന്ത്യൻ റുപ്പിയെക്കാട്ടിലും വളരെ വാല്യൂ കുറഞ്ഞൊരു കറൻസിയാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ചതിക്കുഴികൾ ഇവർക്ക് സംഭവിക്കുന്നുണ്ട്. മെഡിക്കൽ പ്രൊഫഷണൽസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ് സർ? മെഡിക്കൽ പ്രൊഫഷണൽസിന് ലോകത്തെമ്പാടും സാധ്യതയുണ്ട്. നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പ്രൊഫഷണൽസിന് വളരെയേറെ സാധ്യതയുണ്ട്. പക്ഷേ മെഡിക്കൽ പ്രൊഫഷണൽക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രാജ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡൊക്കെ മികച്ച രാജ്യങ്ങളാണ്. പക്ഷേ UK വളരെ സാധ്യത ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായിട്ട് UK അവസരങ്ങൾ കുറയുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം, MBBS കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി അമേരിക്കയിൽ പോകണമെങ്കിൽ USMLE, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെഡിക്കൽ ലൈസൻസിങ് എക്സാമിനേഷൻ പാസ്സാവണം. അതിന് 3 തട്ടിലായിട്ടുള്ള പരീക്ഷകളുണ്ട്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലും UK പോകണമെങ്കിൽ PLAB, പ്രോഗ്രസീവ് ലിംഗ്വിസ്റ്റിക് അസസ്മെൻറ്റ് ബോർഡ് എക്സാം പാസ്സാവണം. അതുപോലെ പാരാമെഡിക്കൽ നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ OET പാസ്സാവണം. അതുപോലെ തന്നെ നേഴ്സിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് CGFNS എന്നൊരു പരീക്ഷ പാസ്സാവണം. ഇപ്പോൾ ഈ പരീക്ഷയൊക്കെ പാസ്സായി അംഗീകൃത ഏജൻസി വഴിയോ അല്ലെങ്കിൽ അംഗീകൃതമായ സ്ഥാപനങ്ങളിലേക്കോ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ വ്യാജ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി വഴി പോകുമ്പോഴാണ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രൊഫഷനായിട്ട് കോവിഡിന് ശേഷം നേഴ്സിംഗ് മാറിക്കഴിഞ്ഞു. ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ നേഴ്സിംഗ് പറയുന്നത് നേഴ്സിംഗിന് വേണ്ടി വരുന്ന 90 വർഷത്തിലധികം സാധ്യത ലോകത്തെമ്പാടും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഡിമാൻഡ് സപ്ലൈ മാച്ച് വളരെ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാരെ കിട്ടാനില്ല. അപ്പോൾ ആ ഒരു മാച്ചിന് അവർ പലരും ഇന്ത്യൻ നേഴ്സസിനെ പ്രിഫർ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അംഗീകൃത ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ ചതിക്കുഴിയിൽ പെടില്ല. ചതിക്കുഴിയിൽ പെടുന്നവർ യഥേഷ്ടമുണ്ട്. അവരെ മികച്ച ഏജൻസികളെ തിരഞ്ഞെടുക്കണം. അതിൻ്റെ നടപടിക്രമങ്ങൾ, ചിലർ പറയും
ഈ പരീക്ഷകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിയും. അപ്പോഴാണ് അറിയുന്നത് ഇത് അംഗീകൃത ഏജൻസി അല്ല. അപ്പോൾ ഒരു ഏജൻസി എന്ന് പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന ഏജൻസി ശരിക്കുള്ള ഏജൻസി ആയിരിക്കില്ല. അവർ ഒരു ഏജൻസിയുടെ സബ് ഏജൻസിയൊക്കെ ആയിരിക്കും. അപ്പോൾ അവൻ പണ്ട് ഏതെങ്കിലും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കും, പക്ഷെ അവന് യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ സുതാര്യതയോടെ മനസ്സിലാക്കണം, മറ്റുള്ളവരോട് ചോദിച്ചറിയണം. ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കേണ്ടത്. സ്കില്ലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിദേശത്തെ നേഴ്സിംഗ്, പാരാമെഡിക്കൽ, മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകാൻ മികച്ച സ്കിൽ, തൊഴിൽ നൈപുണ്യം വേണം. അത് തന്നെയാണ് അവിടെ വിലയിരുത്തി. സർ, പിന്നീട് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും UK, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് സ്റ്റഡി വിസ കിട്ടി പോകുന്നതാണെങ്കിലും അവർ ഫ്യൂച്ചറിൽ ഒരു സ്റ്റേ ബാക്കും അവിടെ ഒരു PR-ഉം ഉദ്ദേശിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു നമുക്കൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടുന്ന് പോകുവാണെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ അവിടെ സെറ്റിൽ ചെയ്യാനും അവർക്ക് പെർമനൻറ്റ് റെസിഡൻസ് കിട്ടാനുമുള്ള ഒരു സാധ്യതയുടെ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? ഒരിക്കലും അങ്ങനെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെങ്കിലും പല രാജ്യങ്ങളിലും പോയവർ വളരെ കൂടുതലായിട്ട് അവിടെ സെറ്റിൽ ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ, കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലൻഡ്, അതുപോലെ ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, അതുപോലെ നോർവേ തുടങ്ങിയ രാജ്യങ്ങളിൽ, ഇത്തരം രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് അവിടെ തൊഴിലവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് പല ഏജൻസികളും പ്രലോഭിപ്പിച്ച് നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും, ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് വിസ കിട്ടും, ഇത്ര വർഷത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളിൽ നിന്നും വലിയ തുക വാങ്ങി കൊണ്ടുപോകുന്നവരുണ്ട്. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഏരിയ എന്തൊക്കെയാണ്, ഏതാണ് നമ്മുടെ പഠന മേഖല, ആ പഠന മേഖലയിൽ ഏതൊക്കെ തൊഴിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആ തൊഴിലുള്ള ഇപ്പോഴുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, ഇനി വരാനിരിക്കുന്ന സാധ്യതകൾ എന്തൊക്കെ, ഇതൊക്കെ വ്യക്തമായി പഠിച്ച് അനലൈസ് ചെയ്ത് അവിടുത്തെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുക്കാവൂ. പലരും വിദേശ പഠനം എന്ന് പറയുമ്പോൾ പെർമനൻ്റായിട്ട് ഞാൻ അവിടെ സിറ്റിസൺ ആണ്, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ വരേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ കരുതുന്നവരുണ്ട്. പക്ഷേ അതൊക്കെ ഒരു വ്യക്തമായ അറിവില്ലാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഒരു കാര്യം വ്യക്തമാണ്, പല രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെങ്കിൽ ശരിയായ വിവരം ശരിയായ സമയത്ത് ശരിയായ ആൾക്കാരിൽ നിന്ന് അറിയാൻ അവർ ശ്രമിക്കണം. പലർക്കും ഒരു സംശയമുള്ള ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ ഈ സ്റ്റേ ബാക്ക് കിട്ടിയില്ല എന്നൊരു അവസരം വരുവാണെങ്കിൽ തിരികെ ഇന്ത്യയിലെത്തിയാൽ, ഇപ്പോൾ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കോഴ്സസ് എബ്രോഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളും, തിരികെ എത്തിയാൽ ഇന്ത്യയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടോ? യാദൃച്ഛികമെന്ന് പറയട്ടെ, യഥേഷ്ടം വിദ്യാർത്ഥികൾ എന്നെ വിദേശത്ത് നിന്നും ജോലി കിട്ടാതെ തിരിച്ചു വന്നിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് ഇവിടുത്തെ സംരംഭകരാകുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ അക്കാഡമിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾ തിരിച്ചു വന്ന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്ന് കോർപ്പറേറ്റ് തലങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ കിട്ടില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേ തിരിച്ചു വന്നാൽ അവരുടേതായ അവസരങ്ങൾ അവർ കണ്ടുപിടിക്കണം. ഉദാഹരണമായിട്ട് അവർ ഒരു വർഷത്തെ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടുത്തെ അധ്യാപന ജോലിക്ക് ഫാക്കൽറ്റി പൊസിഷൻ അപേക്ഷിക്കാൻ പറ്റില്ല. 2 വർഷത്തെ ബിരുദാനന്തര പഠനം വേണം. അപ്പോൾ അവരുടെ കോഴ്സ് ഏതാണോ അതിനിണങ്ങിയ വ്യവസായ മേഖല അവർ കണ്ടെത്തണം. അല്ലെങ്കിൽ മറ്റേത് മേഖലയിലാണ് അവർക്ക് പോകാൻ താല്പര്യം അതിനിണങ്ങിയ റീസ്കില്ലിംഗ് ഓർ അപ്സ്കില്ലിംഗ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ മേഖലയിലെത്താം. തിരിച്ചു വരുന്നവരുടെ എണ്ണവും കൂടുതലാണ്. സാർ, ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു കുറേ ചതിക്കുഴികളുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരാൾക്കോ ചതിക്കുഴികളിൽ വീഴാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ഒരു കാര്യം, വിദ്യാർത്ഥിയുടെ താല്പര്യം ഏതെന്ന് മനസ്സിലാക്കണം. താല്പര്യം മനസ്സിലാക്കി കഴിഞ്ഞ് താല്പര്യമുള്ള കോഴ്സ് ഏതാണെന്ന് മനസ്സിലാക്കണം. താല്പര്യമുള്ള കോഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ താല്പര്യമുള്ള രാജ്യം ഏതാണെന്ന് മനസ്സിലാക്കണം. അവിടുത്തെ മികച്ച 4-5 സർവകലാശാലകൾ കണ്ടെത്തണം. ആ സർവകലാശാലകളിലെ വെബ്സൈറ്റിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായിട്ട് ആശയവിനിമയം നടത്തണം. സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസേഴ്സുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ്റെ വ്യവസ്ഥകൾ സ്വന്തമായിട്ട് ഇമെയിൽ വഴി സംവിധാനം ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ സ്വന്തമായി തയ്യാറാക്കണം. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വരും. ഇതിനപ്പുറം വിസ തരാമെന്ന് പറഞ്ഞ് വ്യാജ കോളുകൾ ഒരുപാട് വരും. അത്തരം കോളുകൾ എൻ്റർടൈൻ ചെയ്യരുത്. പിന്നെ സ്കോളർഷിപ്പുകൾ തരാം എന്ന് പറഞ്ഞുള്ള കോളുകൾ എൻ്റർടൈൻ ചെയ്യും. അത് സ്കോളർഷിപ്പുകൾ ലഭിക്കാമെന്ന് പറയുന്നതും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത്. അതുപോലെ നല്ല സർവകലാശാലകളിൽ മികച്ച റാങ്കില്ല വിദ്യാർത്ഥികളെ മാത്രമേ എടുക്കൂ. നിങ്ങൾക്ക് മികച്ച മാർക്കില്ല, നിങ്ങൾ ഒരു ടെസ്റ്റും എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ വാങ്ങിത്തരാമെന്നും വ്യാജ ഓഫറുകൾ തരുന്നവരെ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായ വിവരങ്ങൾ ശരിയായ സമയത്ത് അറിയാൻ ശ്രമിക്കണം. ആ വിവരങ്ങൾ അറിയാതെ എടുത്തു ചാടാൻ പോകരുത്.
കഴിവതും സ്വന്തമായി നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഇൻ്റർനെറ്റ് ബ്രൗസറിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഉചിതം. വളരെയധികം വിവരങ്ങൾ സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാനും നമ്മുടെ പ്രോഗ്രസിൻ്റെ പ്രേക്ഷകർക്കായി ഷെയർ ചെയ്യാനും കഴിഞ്ഞു. ഇത്രയും നേരം പ്രോഗ്രസ്സിന് വേണ്ടി താങ്കളുടെ സമയം മാറ്റിവെച്ചതിന് നന്ദി. താങ്ക് യു.